നമ്മളിപ്പോൾ നിൽക്കുന്നത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാനനപാതകളിൽ ഒന്നായിട്ടുള്ള മസനഗുഡിയിലാണ്. മസനഗുഡിയിൽ നിന്ന് നമ്മൾ പോകുന്നത് കാടിന്റെ ഭംഗിയും വന്യതയും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ റൂട്ടാണ്. കേരളത്തിൽ നിന്ന് വരുമ്പോൾ നമ്മൾ മുതുമല ടൈഗർ റിസർവ് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു സഫാരിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഏരിയ ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മൾ റൈറ്റ് മസനഗുഡി റോഡ് പിടിക്കണം. അതായത് നമ്മുടെ മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള റോഡ് പിടിക്കുക. അങ്ങനെ നമ്മൾ അതുവഴി വരുമ്പോൾ ഏകദേശം മസനഗുഡി ടൗൺ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റോട്ട് റോഡ് പോകുന്നുണ്ട്. ആ റോഡാണ് കേട്ടോ ശരിക്ക് മോയാർ വില്ലേജിലേക്കുള്ള റൂട്ട്. ആക്ച്വലി ഇവിടെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് ജീപ്പ് സഫാരികളൊക്കെ കാണാൻ സാധിക്കും. ഇവരൊക്കെ നമ്മൾ മെയിനായിട്ട് ആ ഏരിയയിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യാറ്. ഇവരെന്ത് ചെയ്യും, ഈ ടൗണിൽ നിന്ന് ലെഫ്റ്റോട്ട് പോകും, അതുപോലെ തന്നെ റൈറ്റോട്ടും പോയിട്ട് നമ്മളെ കൊണ്ട് ഈ കാണിച്ചു തരും. അതിന് പകരം നമ്മൾ തന്നെ നമ്മുടെ വണ്ടിയിൽ പോയിട്ട് നമ്മൾ കാണുന്നതാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അത്യാവശ്യം മൃഗങ്ങളെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു റൂട്ട് തന്നെയാണ്. അതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. എന്തായാലും നമുക്ക് പോയിട്ട് നോക്കാം എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. കാട്ടുപശുകളാ അങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കാം. അതൊക്കെ അവിടുന്ന് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മസനഗുഡിയിലാട്ടോ. മസനഗുഡിയിൽ നിന്ന് നമ്മൾ പോകുന്നത് മായാർ വില്ലേജിലേക്കാണ്. മായാർ വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അനിമൽ സൈറ്റിംഗ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ള കിട്ടുന്ന സ്പോട്ടാണ്. നമ്മൾ സാധാരണ ബന്ദിപ്പൂരിൽ നിന്ന് മുതുമലയിൽ നിന്ന് ബന്ദിപ്പൂർ റൂട്ടിലാണ് നമ്മൾ സാധാരണ അനിമൽസിനെ കൂടുതൽ കാണാൻ. പക്ഷേ നിങ്ങൾക്ക് ഒരു വില്ലേജ് ടൈപ്പായിട്ട് വില്ലേജിൽ വന്നിട്ട് അധികം പ്രശ്നമൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് കാണാമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു കിടന്ന സ്പോട്ടാണ്. മസനഗുഡി ടൗണിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 12 to 14 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം കേട്ടോ നമുക്ക് ഈ മോയാർ മോയാർ ഡാമിന്റെ അവിടേക്ക് നമുക്ക് എത്താൻ വേണ്ടി. റോഡ് ആദ്യം കുറച്ച് വീതി ഉണ്ടെങ്കിലും പിന്നീട് കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാൻ പറ്റുന്ന അതേ ഇതുപോലത്തെ റോഡാണ് അതുവരെ എത്തുന്നത് വരെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 10-12 കിലോമീറ്ററും കാടിന്റെ ഉള്ളിലൂടെ തന്നെയാണ്. അധികം വണ്ടികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വണ്ടി നിർത്തിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ അത്യാവശ്യം നല്ല രീതിയിൽ മൃഗങ്ങളെ സൈറ്റ് സീനിങ് കാണാൻ പറ്റും. പുറകിൽ അത്യാവശ്യം വണ്ടി വന്നിട്ട് ഹോൺ അടിക്കുക അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. നമുക്ക് വെള്ളക്കുരങ്ങിനെ പറയാൻ കാണാം. അങ്ങനെ നമ്മൾക്ക് ആദ്യത്തെ സൈറ്റിങ് കിട്ടിയിരിക്കുകയാണ്. വെള്ളപ്പശു റോഡ് ക്രോസ് ചെയ്യുന്നു കേട്ടോ. വെള്ളപ്പശു റോഡ് ക്രോസ് ചെയ്യുന്നു. കാട്ടുപശു ആദ്യത്തെ സൈറ്റിങ് കിട്ടിയിട്ടില്ല. കാട്ടുപശു ഈ കണ്ടോണ്ടിരിക്കുന്നതാണ് മറവക്കണ്ടി ഡാം കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് പച്ചപ്പും ഹരിതാപൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കൂളായിട്ട് പോയി കണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ ഈ പോകുന്ന റൂട്ട് തന്നെ നോക്ക്, എന്ത് ഭംഗിയാണ്. റോഡിന്റെ രണ്ട് സൈഡിലും മരങ്ങൾ, ഒരു വണ്ടികളോ ഒന്നും നമുക്ക് ഇതിലില്ല. വളരെ ക്ലീൻ ആൻഡ് നീറ്റ് സെക്യൂർ ആയിട്ടുള്ള ഒരു റോഡിന്റെ രണ്ട് സൈഡിലും ഞാൻ പറഞ്ഞതുപോലെ അത്യാവശ്യം മരങ്ങൾ തിങ്ങി നിൽക്കുന്നു. അത് മാത്രമല്ല അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മാനുകൾ നിന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് ഒരു യാത്ര കേട്ടോ. 10 കിലോമീറ്റർ ഇതുപോലെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് നമ്മൾ പോവാണ്. പോകുന്ന വഴിക്ക് എന്തെല്ലാം മൃഗങ്ങളെ കാണും അവിടെയൊക്കെ നമ്മളൊന്ന് കുറച്ചു നേരം നിർത്തുന്നു, മൃഗങ്ങളിലൊക്കെ വീഡിയോസ് എടുക്കുന്നു. വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാതെ അതൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. ഇനി റോഡിന്റെ സൈഡിലോട്ടൊന്ന് നിർത്തി വണ്ടിയൊക്കെ ഒന്ന് സൈഡാക്കിയിട്ട് റോഡിന്റെ സൈഡിലൊക്കെ ഇറങ്ങിയിട്ടൊന്ന് നിൽക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഫോറസ്റ്റ് റൂട്ട് തന്നെയാണ്. അത്യാവശ്യം കരടികൾ വരെ ഇവിടെ ഉണ്ട്. ഏറ്റവും കൂടുതൽ കടുവയെയും അതുപോലെ തന്നെ കരടിയെയും നമ്മൾ സൈറ്റ് സീന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നത് ഈ ഒരു റൂട്ടിലാണ്. അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇവിടെ പോകുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സ്ഥലത്ത് ഇറങ്ങാതിരിക്കുക. കാറിൽ വളരെ സേഫ് ആയിട്ട് മാത്രം യാത്ര ചെയ്യാം.
കുട്ടികളൊക്കെ ഉണ്ട്, അനമോള് ഹസ്ബൻഡൊക്കെ ഉണ്ട്. എന്തോ പ്രശ്നം ഉണ്ട് കേട്ടോ. അവിടെ എന്താ നമുക്ക് ഇപ്രാവശ്യം കുറേ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോഡ് ക്രോസ് ചെയ്യുന്ന മൃഗങ്ങളെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്ന മൃഗങ്ങൾ എന്ന് പറയുന്നത് മാൻ തന്നെയാണ്. മാനിനെ നമ്മൾ കണ്ടിട്ട് ലാസ്റ്റ് മാനിനെ കാണുമ്പോൾ നമുക്ക് വെറുത്തു പോകുന്ന പോലൊരു സിറ്റുവേഷൻ നമുക്കുണ്ടാവും. കാരണം അത്രയ്ക്കധികം പുള്ളിമാനുകളാണ് ഈ ഒരു കാട്ടിലുള്ളത്. പക്ഷെ എന്നാലും കാട്ടിൽ ഇവരെ വന്നിട്ട് ഇവരിങ്ങനെ കാണുമ്പോൾ അവരുടെ ഭക്ഷണ രീതികളും അവരുടെ ആ ഒരു ടെൻഷനൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇവരെ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മസനഗുഡി മുതല ബന്ദിപ്പൂർ കാടുകളിൽ നമുക്ക് ധാരാളമായിട്ട് കാണപ്പെടുന്ന ഹനുമാൻ ലങ്കൂർ എന്നറിയപ്പെടുന്ന ഹനുമാൻ കുരങ്ങാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വൃത്തിക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഈ റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ്. കാരണം വണ്ടികളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ചേരൊക്കെ നിർത്തി നല്ല വൃത്തിക്ക് ഇവരെ കാഴ്ചകളൊക്കെ കണ്ട് ഇവരുടെ ആ ഒരു ജീവിതശൈലിയൊക്കെ കണ്ടിട്ട് നമുക്ക് ഇതുപോലെ പോകാൻ പറ്റൂട്ടോ. അസ്മാനെ ചില സമയത്തേ എന്റെ സ്വഭാവം കാണുമ്പോൾ തോന്നണ്ടേ എന്റെ ഉള്ളിൽ നിന്ന് വരുന്ന എന്താ മകനാ മുഖം ചെവിടും കൂട്ടത്തില് വലിയ പെണ്ണെന്നൊക്കെ തോന്നുന്നു. കാല് കടയിണ്ടാവേ മാന ഓടണ്ടല്ലോ. ഒന്ന് ഓടിയൊക്കെ പിന്നാലെ ഓടുന്നു. അവര് കാണാൻ നിർത്തിയൊക്കെ നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരു ആനനെ കാണാട്ടോ. ആ മരത്തിന്റെ മറവിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ഒരു ആനനെ സൈറ്റിങ് കിട്ടിയിട്ടുള്ളതാണ്. ഏകദേശം ടൈം ലേറ്റ് ആയതുകൊണ്ട് തോന്നുന്നു ഇവിടെ വന്നിട്ടുള്ള ഫസ്റ്റ് സൈറ്റിംഗ് ആണ് ആനനെ. എലിഫന്റ് അങ്ങനെ നമ്മൾ മോയാർ വില്ലേജിലേക്ക് എത്താൻ പോവാണ്. ഈ ഒരു ബ്രിഡ്ജ് കടന്നു കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന സ്ഥലമാണ് മോയാർ വില്ലേജ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് മോയാർ ഡാമും കാണാം. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് വീടുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒരു തമിഴ്നാട്ടിലേക്ക് എത്തിയൊരു ഫീല് കിട്ടുന്നത് ഇവിടെ എത്തുമ്പോഴാണ് കേട്ടോ. ഇതുവരെ നമ്മൾ കാനന ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടാണല്ലോ വന്നത്. പക്ഷെ ഇവിടെ എത്തിയതിൻ്റെ ശേഷമാണ് നമുക്ക് ഒരു തമിഴ്നാട്ടിലാണ് നമ്മൾ എത്തിയത് എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടുള്ളൂ. അവിടുത്തെ വീടുകളായാലും അതുപോലെ തന്നെ ആ ഒരു ഏരിയയുടെ പാട്ടും അമ്പലത്തിലെ പാട്ട് വെച്ചതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് പ്രധാന എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വന്നിട്ടുള്ള ഒരു കാടുണ്ടല്ലോ, ആ
കാട് കടന്നിട്ട് വേണം ഇവർക്ക് ഈ ഒരു വില്ലേജിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഏകദേശം 10-12 കിലോമീറ്റർ ഉണ്ട്. അതുവരെ ഒന്നുമില്ല, രണ്ട് സൈഡിലും പച്ചപ്പ് മാത്രം. അപ്പൊ എന്തെങ്കിലും രാത്രിയിലൊക്കെ ഇവർക്കൊന്ന് പുറത്തു പോകണമെങ്കിൽ ഉള്ള ഒരു അവസ്ഥ എന്താന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കൂലേ. ആന, കരടി, നമ്മൾ വരുന്ന വഴിക്ക് കരടിയെ കണ്ട്, ഞങ്ങളുടെ തൊട്ട് മുന്നേ പോയ ആൾക്കാർ കരടീനെ കണ്ടു. പക്ഷെ നമ്മൾ കുറച്ചു നേരം നിർത്തി നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കരടികൾ വരെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പല റീൽസിലും കണ്ടിട്ടുണ്ട് ഇതുവഴി ഒരുപാട് കടുവകളൊക്കെ റോഡ് ക്രോസ് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു വില്ലേജ്, അങ്ങനെയുള്ള റോഡൊക്കെ താണ്ടിയിട്ടാണ് ഈ ഒരു വില്ലേജിലേക്ക് വരുന്നുള്ളതാണ് കേട്ടോ. ഇവരെ ശരിക്കും സമ്മതിക്കണ്ടേ. അങ്ങനെ നമ്മൾ മോയാർ ഡാമിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് മോയാർ ഡാം. അടിപൊളി ഗ്രാമപ്രദേശമാണ്. നമ്മൾ ഏകദേശം 10 കിലോമീറ്റർ കംപ്ലീറ്റ് കാടിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് നമുക്കിതാ ഈ കാണുന്ന രീതിയിലുള്ള ഒരു വില്ലേജാണ് നമുക്ക് കാണാൻ സാധിക്കുക കേട്ടോ. ഇവിടെ വന്നിട്ട് ഈ വില്ലേജിൻ്റെ അവിടെ ചെറിയൊരു ടീ ഷോപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വഴിയോരത്ത് കാണുന്ന ജീപ്പുകളുണ്ടല്ലോ, ജീപ്പ് സഫാരി, അവരും ഈ പറയുന്ന ഇവിടേക്കാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നതാണ് ഈ ഡാമിൻ്റെ വ്യൂ കേട്ടോ. ഡാമിൻ്റെ അവിടേക്കുള്ള എൻട്രൻസ് ഒന്നും ഇല്ല, ഇവിടുത്തെ ഗേറ്റ് ജസ്റ്റ് ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഡാമിൻ്റെ ടോട്ടൽ വ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.